നമസ്കാരം. അമേരിക്ക താഴാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ താഴ്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇറാനെതിരെ ഇപ്പോൾ വലിയ വെല്ലുവിളിയൊക്കെ അമേരിക്ക നടത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭയത്തെയാണ് വെളിവാക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകരാജ്യങ്ങളോട് ഇപ്പോൾ അമേരിക്ക അഭ്യർത്ഥിച്ചിരിക്കുന്നത് എല്ലാവരും ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്നും അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അമേരിക്കയുമായി സഹകരിക്കണം എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചൈന ഉടനടി തന്നെ പ്രതികരണം നടത്തി. അതായത് ഇതിനൊരു സാമ്പത്തിക ഉപരോധമല്ല വേണ്ടത്, നയതന്ത്രപരമായിട്ട് ഒരു സൊല്യൂഷനാണ് വേണ്ടത്. കൃത്യമായ പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഇത്തരത്തിൽ സാമ്പത്തിക ഉപരോധം നടത്തുമെന്നും ആണവായുധ ഭീഷണിയുമൊക്കെ നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ചൈന മറുപടി പറഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ വിദേശകാര്യ മന്ത്രിയായ ലിൻജിയാൻ ഇതിനോടകം തന്നെ അമേരിക്കയോട് വളരെ കൃത്യമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട പങ്കാളികൾ ചൈനയും ജപ്പാനും തുർക്കിയും ദക്ഷിണ കൊറിയയും ജർമ്മനിയും ഒക്കെയാണ്. ഈ രാജ്യങ്ങൾ വളരെ ശക്തമായ വ്യാപാര ബന്ധമാണ് ഇറാനുമായിട്ടുള്ളത്. ഇറാൻ ഇവർ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളോട്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോടും വളരെ ശക്തമായ രീതിയിലുള്ള ബന്ധം നിലനിർത്തിയാണ് മുൻപിലേക്ക് പോകുന്നത്. ഇന്ത്യയുടെ വലിയ അടുത്ത സുഹൃത്താണ് ഇറാൻ. ഇത്തരത്തിൽ വളരെ നല്ല രീതിയിൽ മറ്റു രാജ്യങ്ങളോടുള്ള ഒരു സമീപനം, എന്നാൽ ഇസ്രായേലിനോടുള്ള സമീപനം അത്ര നല്ലതല്ല എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളോടൊപ്പം വളരെ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇറാനെതിരെ ഉപരോധം നടത്തുവാൻ തയ്യാറല്ല. ഇറാൻ നിലവിൽ ഇസ്രായേലിനെതിരെയോ ഒരു രാജ്യത്തിനെതിരെയോ ആക്രമണം നടത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഉപരോധം നടത്തുന്നത്? നയതന്ത്രപരമായി ഈ വിഷയത്തെ അവസാനിപ്പിക്കുവാനാണ് ഇപ്പോൾ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും മുൻപോട്ട് പോകാനുള്ള എല്ലാ വാതിലുകളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. ഇനി ഉത്തര കൊറിയ മാത്രമാണ് ആശ്രയം എന്ന പേരിൽ ദക്ഷിണ കൊറിയയോടുള്ള സൈനിക ബന്ധത്തിന് പോലും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ നടത്തിവരാറുള്ള എയർഫോഴ്സ് എക്സസൈസ് ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഇത് ഒരു കാരണവശാലും അമേരിക്ക ഇപ്പോൾ നടത്തിവരുന്ന അല്ലെങ്കിൽ ഇറാന് നേരെ നടത്തിവരുന്ന വലിയ വെല്ലുവിളികൾക്കൊന്നും തന്നെ സഹായകരമാകുകയില്ല. കാരണം ഉത്തര കൊറിയ ഒരു കാരണവശാലും അമേരിക്കയോട് സഹകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ അമേരിക്ക നടത്തിയ നീക്കങ്ങളൊക്കെ അവർക്ക് ഓർമ്മയുണ്ട്. 2019 ട്രംപും അതോടൊപ്പം തന്നെ ഉത്തര കൊറിയൻ പ്രസിഡൻ്റായ കിം ജോ ഉന്നും തമ്മിൽ എടുത്ത ഫോട്ടോ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഇത് എന്തൊക്കെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ അമേരിക്ക മുൻപിലേക്ക് വച്ചാലും അല്ലെങ്കിൽ ഇറാനെതിരെ ഉപരോധം നടത്തണം എന്ന് പറഞ്ഞാലും അതൊന്നും നടപ്പിലാക്കുവാൻ ലോകരാജ്യങ്ങൾ ഇപ്പോൾ തയ്യാറല്ല എന്ന രീതിയിലാണ് ചൈനയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ഇറാനോട് ഇന്ത്യ എടുത്തുന്നതും വളരെ മൃദു സമീപനം തന്നെയാണ്. ഇസ്രായേലിനോടും ഇറാനോടുമൊക്കെ ഇന്ത്യക്ക് നല്ല സൗഹൃദമാണ്. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരേ ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമാണ്. പാകിസ്ഥാൻ ഒരു ബ്രോക്കർ രാജ്യം എന്ന നിലയിൽ, കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. വലിയ ഇൻഫ്ലേഷനിലാണ്, പണപ്പെരുപ്പത്തിലാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. എണ്ണ വാങ്ങാൻ കാശില്ല, അതിൻ്റെ സാമഗ്രികളും സജ്ജീകരണങ്ങളും പാകിസ്ഥാനില്ല. അങ്ങനൊരു സമയത്ത് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിച്ചാൽ കൊള്ളാം എന്ന ചിന്തയോട് നിൽക്കുന്ന പാകിസ്ഥാൻ അമേരിക്ക പറയുന്ന ഏത് കാര്യവും കേൾക്കുവാൻ തയ്യാറാകും. പക്ഷേ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നടന്നിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ പലപ്പോഴും ഞങ്ങളെ ഉപേക്ഷിക്കുകയായിരുന്നു, ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞത് പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഖ്വാജ ആസിഫാണ്. ഈ രീതിയിൽ പാകിസ്ഥാൻ പ്രതികരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്തു തന്നെയായാലും അമേരിക്ക അപ്പോൾ പോലും പാകിസ്ഥാനെ ബഹുമാനിക്കാൻ തയ്യാറല്ല. പാകിസ്ഥാനെ അംഗീകരിക്കുവാൻ ഇസ്രായേലോ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ, ഇറാനോ ഒന്നും തന്നെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഇവിടെ മധ്യസ്ഥതയ്ക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എന്നാൽ അമേരിക്ക വിചാരിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ അവസാനിപ്പിക്കാമെന്ന്
ട്രംപ് മനപ്പായസം ഉണ്ണുന്നുമുണ്ട്. ട്രംപിൻ്റെ മനപ്പായസം ആസ്ഥാനത്താണ് എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ ഗതി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും IRGC വളരെയധികം ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് ഈ യുദ്ധത്തിനെ സമീപിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും യുദ്ധം നിർത്തുവാൻ പോകുന്നില്ല. അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ കരഞ്ഞ് കാല് പിടിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം മറ്റൊരു രാജ്യത്തിലേക്ക് മാറ്റുവാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ, അഥവാ മാറ്റണമെങ്കിൽ അത് റഷ്യയിലേക്ക് മാത്രമേ മാറ്റുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇറാനിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക തകർച്ചയ്ക്കും അതോടൊപ്പം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളും പരിഹരിച്ചു കൊടുക്കണം എന്നൊരു ആവശ്യവും ഇറാൻ മുൻപിലേക്ക് വച്ചിട്ടുമുണ്ട്. ഇതെല്ലാം തന്നെ അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മിഡ് ടേം ഇലക്ഷൻ വളരെ വലിയ പ്രാധാന്യമേറിയതാണ്. ആ ഇലക്ഷനിൽ വളരെ കൃത്യമായി ഒരു മത്സരം കാഴ്ചവെക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ട്രംപ് ഒരു ലെയിം ഡക്ക് പ്രസിഡന്റ് അഥവാ മുടന്തൻ താറാവ് എന്ന രീതിയിൽ തന്നെയായിരിക്കും അറിയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ട്രംപിൻ്റെ വാക്കുകൾക്ക് പഴയ കരുത്തോ ശക്തിയോ ഒന്നും തന്നെ ലഭ്യമാകാൻ പോകുന്നതേയില്ല. അതായത് ട്രംപിൻ്റെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റ്സ് ട്രംപിനെ കടന്നാക്രമിക്കുകയും ചെയ്തു. അത് ഒരു കാരണവശാലും റിപ്പബ്ലിക്കൻസിന് താങ്ങുവാനേ കഴിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇവർ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനു മുന്നേ തന്നെ പരാജയപ്പെടുകയും കൂടുതൽ നിയമങ്ങളോ മറ്റ് കാര്യങ്ങളോ വളരെ ശക്തമായ രീതിയിൽ മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത ഒരു അവസ്ഥ ട്രംപിന് വന്നു ചേരും എന്നുള്ളതാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുവാനാണ് ഇപ്പോൾ പലരുടെയും കാല് പിടിക്കുവാനും കാല് കഴുകി കൊടുക്കുവാനും ട്രംപ് തയ്യാറാകുന്നത്. ഇനി എത്ര തന്നെ കാല് കഴുകി കൊടുത്തുവാലും ട്രംപിനെ പഴയ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ പലരും ട്രംപിനെ വിശ്വസിക്കാൻ തയ്യാറല്ല. വളരെ അടുത്ത് ഇടപഴകിയിരുന്നത്, വളരെ നല്ല ബന്ധമുണ്ടായിരുന്ന പല രാജ്യങ്ങളോടും ട്രംപ് എടുത്ത നിലപാട് ഒരു വലിയേട്ടൻ നയമായിരുന്നു. അതാണ് ഗ്രീൻലാൻഡിനെതിരെയൊക്കെ എടുത്തത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നാറ്റോ ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. നാറ്റോയ്ക്ക് ഇപ്പോൾ അമേരിക്കയെ പഥ്യമായ ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നിക്കോളാസ് മദുരോയോട് കാണിച്ച ഒരു ചെയ്തി കാരണം തന്നെ വെനസ്വേല വളരെയധികം അകന്നിരിക്കുകയാണ്. പക്ഷേ വെനസ്വേലയ്ക്ക് കാര്യമായി ശക്തിയില്ലാത്തത് കൊണ്ട് തന്നെ ട്രംപിനെ അങ്ങനെ അവർ ആക്രമിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതും നാറ്റോയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ട്രംപിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം തന്നെയാണ്. ഇങ്ങനെ ഈ രീതിയിലൊക്കെയും ട്രംപ് ഈ രാജ്യങ്ങളെയൊക്കെ വെറുപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കാലങ്ങളായി അമേരിക്കയ്ക്കൊപ്പം വളരെ നല്ല അടുത്ത ബന്ധം പുലർത്തി പോകുന്ന സൗദി അറേബ്യ പോലും മക്ക ഡിഫൻസ് പാക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സഖ്യവുമായി മുൻപേക്ക് പോവുകയാണ്. ഇത് തീർച്ചയായും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഇനി എത്ര തന്നെ ഉപരോധം ഇറാനെതിരെ ആവശ്യപ്പെട്ടാലും ലോകരാജ്യങ്ങൾ അമേരിക്കയോട് ഇപ്പോൾ സഹായിക്കാനോ പറ്റുന്നൊരവസ്ഥയല്ല. ചൈന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക ഒരു വയസ്സൻ സമ്പദ് വ്യവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. ശരിയാണ്, ഒരു മൾട്ടിപോളാർ വേൾഡിൽ അമേരിക്കയുടെ സഹായം ആർക്കും തന്നെ ആവശ്യമില്ല, പ്രത്യേകിച്ചും ഇന്ത്യയോടാണ് ഏറ്റവും അധികം തവണ അമേരിക്ക ഭീഷണിപ്പെടുത്തിയത്. പക്ഷേ ഇന്ത്യ അതിനൊക്കെ പുല്ലുവിലയാണ് കൊടുത്തത്. ഇടയ്ക്ക് പറയുകയുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുവാനുള്ള എല്ലാ നീക്കവും നടത്തിയത്, അഭിപ്രായവും ഉന്നയിച്ചത് ട്രംപ് ആയിരുന്നുവെന്ന്. ഇന്ത്യ അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഇന്ത്യക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന തരത്തിലുള്ള അന്നത്തെ തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.